കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 24. കത്തോലിക്ക സഭയുടെ സായുധ സേന. 1957 അധികാരത്തിലേറിയ കേരളത്തിലെ പ്രഥമ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിനെതിരായി 1957 ഓഗസ്റ്റ് 26 തിരുവനന്തപുരത്ത് 10,000 പങ്കെടുത്ത പ്രകടനം നടന്നു. ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ള, പൊന്നറ ശ്രീധർ, ഉള്ളൂർ ഗോപി, ഫാദർ ജോസഫ് വടക്കൻ, സർദാർ ചന്ദ്രോത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. ഒട്ടേറെ പുരോഹിതരും കന്യാസ്ത്രീകളും വിദ്യാഭ്യാസ ബില്ലിനെതിരായ പ്രകടനത്തിൽ സർവ്വസാന്നിധ്യമായി മാറി. പ്രകടനത്തിന് മുന്നോടിയായി സർദാർ ചന്ദ്രോത്ത് പരിശീലനം നൽകിയ കത്തോലിക്ക സഭയുടെ കുറുവടി സേനയായ യൂണിഫോം ധരിച്ച ആയിരക്കണക്കിന് ക്രിസ്റ്റഫർ സംഘം റൂട്ട് മാർച്ച് ചെയ്ത് മുന്നോട്ട് നീങ്ങി. സർദാർ ചന്ദ്രോത്തിനെ കൂടാതെ ഇന്നത്തെ പാല MLA ശ്രീ മാണി സി കാപ്പന്റെ പിതാവ് ശ്രീ ചെറിയാൻ കാപ്പൻ, ശ്രീ B വില്ലിംഗ്ടൺ എന്നീ സമുന്നത നേതാക്കളും ക്രിസ്റ്റഫർ സേനയെ നയിച്ചുകൊണ്ട് പ്രകടനത്തിന്റെ മുൻനിരയിൽ നീങ്ങിയിരുന്നു. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറിയ ഉടനെ ഫാദർ ജോസഫ് വടക്കന്റെ ആശയപ്രകാരം രൂപം കൊടുത്ത കേരളത്തിലെ കത്തോലിക്ക സഭയുടെ സായുധ സേനയാണ് ക്രിസ്റ്റഫർ സേന എന്നറിയപ്പെട്ടിരുന്നത്. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായർ എന്ന സർദാർ ചന്ദ്രോത്തായിരുന്നു ക്രിസ്റ്റഫർ സേനയുടെ ഔദ്യോഗിക പരിശീലകൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വടക്കൻ കോട്ടയം താലൂക്ക് പ്രസിഡന്റായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച സർദാർ ചന്ദ്രോത്ത് പിന്നീട് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി കണ്ണൂരിൽ നിന്ന് കാൽനടയായി 750 മൈൽ താണ്ടി മദ്രാസിലേക്ക് പോയ പട്ടിണി ജാഥയുടെ സെക്രട്ടറി പദമേറ്റെടുത്ത് ജാഥാ ക്യാപ്റ്റനായ സഖാവ് AKGയോടൊപ്പം ജയിൽവാസമനുഷ്ഠിച്ചു. തുടർന്ന് 1936 KPCCയിലും 1937 AICCയിലും അദ്ദേഹം AKGയോടൊപ്പം സഹപ്രവർത്തകനായി മാറി. 1939 ഡിസംബറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മം കുറിച്ച പിണറായി ഗ്രാമത്തിൽ കൂടിയ പാർട്ടി യോഗത്തിലെ 90 പ്രതിനിധികളിൽ പ്രഥമഗണനീയനായിരുന്നു സർദാർ ചന്ദ്രോത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സുശക്തമായൊരു വോളണ്ടിയർ സംഘടനയുണ്ടാക്കാൻ പട്ടാള പരിശീലനം നേടിയ ചന്ദ്രോത്തിന് നിഷ്പ്രയാസം സാധിച്ചു. 6 വർഷക്കാലം വെല്ലൂർ ജയിലിലും രാജമുന്ദ്രിയിലും കരുതൽ തടങ്കലിൽ കഴിഞ്ഞ സർദാർ ചന്ദ്രോത്ത് കൽക്കത്ത തീസീസിന്റെ ആദ്യ നാളുകളിൽ സജീവമായി രംഗത്തിറങ്ങി. കാവുമ്പായി, ഇരിക്കൂർ ലഹളകൾ കഴിഞ്ഞ കാലത്ത് കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലഴികൾക്കുള്ളിലായ സർദാർ ചന്ദ്രോത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അധികാരികൾക്ക് മുൻപിൽ മാപ്പെഴുതി കൊടുത്ത് ശിഷ്ടജീവിതം സുരക്ഷിതമാക്കി. പശ്ചാത്താപ വിവശനും രാജ്യസ്നേഹിയുമായി മാറിയ സർദാർ ചന്ദ്രോത്തിനെ കോൺഗ്രസുകാർ മലബാർ മേഖലയുടെ സേവാദൾ ക്യാപ്റ്റനായി നിയോഗിച്ചെങ്കിലും 14-ാം രാവ് കഴിഞ്ഞ നിലാവ് പോലെ അതിശോഷണം സംഭവിച്ചുകൊണ്ടിരുന്ന മലബാറിലെ കോൺഗ്രസ് സംഘടനയ്ക്ക് സർദാർ ചന്ദ്രോത്തിന്റെ സംഘടനാ വൈഭവങ്ങളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്താനായില്ല. ഏതായാലും വടക്കനച്ചന്റെ വിളികേട്ട് വടക്കേ മലബാറിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിലെത്തിയ സർദാർ ചന്ദ്രോത്ത് തന്റെ കൃത്യനിർവഹണ വൈഭവം കൊണ്ട് കത്തോലിക്ക സഭയുടെ കണ്ണിലുണ്ണിയായി മാറി. കേരളത്തിലെ കത്തോലിക്ക ദേവാലയങ്ങളുടെ തിരുമുറ്റങ്ങളിലായിരുന്നു ക്രിസ്റ്റഫർ സേനയ്ക്ക് സായുധ പരിശീലനം നൽകിയിരുന്നത്. മരത്തിന്റെ കുറുവടിയായിരുന്നു പ്രധാന ആയുധം. അപൂർവം ഇടങ്ങളിൽ കഠാരയെന്ന് വിളിക്കാവുന്ന ചെറിയ ഇനം കത്തികളും ഉപയോഗിച്ചിരുന്നതായി മുൻ മന്ത്രി ശ്രീ ലോനപ്പൻ നമ്പാടൻ തന്റെ ആത്മകഥയിൽ പറയുന്നു. കോട്ടയം ജില്ലയിൽ മാത്രം 14,598 സായുധ ഭടന്മാർ ക്രിസ്റ്റഫർ സേനയ്ക്കുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ വഴിയിൽ തടയുകയും സഖാക്കളെ തെരുവിൽ കായികമായി നേരിടുകയുമായിരുന്നു ക്രിസ്റ്റഫർ സേനയുടെ പ്രധാന ദൗത്യം. ക്രിസ്റ്റഫർ സേനയ്ക്കെതിരായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ കുമിഞ്ഞുകൂടി. സേനയിലെ ഭടന്മാർക്ക് ജില്ലയ്ക്കകത്ത് 3 രൂപയും പുറത്ത് 6 രൂപയും ബത്ത കൊടുത്തിരുന്നു.
വിദേശ പണം കൈപ്പറ്റുന്നതിന്റെ പേരിൽ സേനാഭടന്മാർക്ക് മുന്നറിയിപ്പുമായി നിയമമന്ത്രി ശ്രീ VR കൃഷ്ണയ്യർ രംഗത്തിറങ്ങിയതോടെ കേരള നിയമസഭ ശബ്ദായമാനമായി. ക്രിസ്റ്റഫർ സേനയെ അതിശക്തമായി ന്യായീകരിച്ചുകൊണ്ട് ഡിസംബർ 28 ദീപിക മുഖപ്രസംഗമെഴുതി. എന്നാൽ ക്രിസ്റ്റഫർ സേനയുടെ നിഗൂഢമായ വിശ്വരൂപം കേരള ജനത തിരിച്ചറിഞ്ഞത് അതിൻ്റെ സ്ഥാപകനായ ഫാദർ ജോസഫ് വടക്കൻ്റെ എൻ്റെ കുതിപ്പും എൻ്റെ കിതപ്പും എന്ന ആത്മകഥയിലൂടെയും ക്രിസ്റ്റഫർ സേനാഭടനായി പൊതുരംഗത്തിറങ്ങി കേരള കോൺഗ്രസ് നേതാവ്, മുനിസിപ്പൽ കൗൺസിലർ, MLA, MP എന്നീ നിലകളിൽ ക്രമാനുഗതമായ പ്രവർത്തനങ്ങളിലൂടെ മന്ത്രിപദത്തിലെത്തിയ ശ്രീ ലോനപ്പൻ നമ്പാടൻ്റെ വിഖ്യാതമായ ആത്മകഥയിലൂടെയുമാണ്. ഇതിനിടയിൽ നവംബർ 17 ബാംഗ്ലൂരിൽ സമ്മേളിച്ച അഖിലേന്ത്യാ ബിഷപ്സ് കോൺഫറൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നവരെ കത്തോലിക്ക സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കുവാനും മരണാനന്തരം തെമ്മാടിക്കുഴിയിൽ അടക്കുവാനും കൽപ്പന പുറപ്പെടുവിച്ചു.